ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ തംബ്നെയിൽ കണ്ട പോലെ തന്നെ, അതായത് നമ്മുടെ ഫോണൊക്കെ വയർലെസ് ചാർജ് ചെയ്യാവുന്ന സംവിധാനം ഇപ്പോൾ ഇല്ലേ. അപ്പോൾ അതുപോലെ നമ്മുടെ LED ഒക്കെ കത്തിക്കാൻ പറ്റിയ ചെറിയൊരു വയർലെസ് എനർജി ട്രാൻസ്മിറ്റ് ചെയ്യണ ഒരു സർക്യൂട്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിലോട്ട് നമ്മുടെ 3 സിമ്പിൾ മെത്തേഡ്സാണ്, കൂടെ അഡ്വാൻസ് ആയിട്ടുള്ളത് 3ാമത്തെ സ്റ്റെപ്പാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക്. ഇതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതേപോലൊരു LED ബൾബിൻ്റെ ഒരു പഴയ ബോർഡാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ ഈ ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഈ ഒരു യെല്ലോ കളറായിട്ടുള്ള ആ ഒരു സ്ലീവ് നമ്മൾ ഇളക്കി കളയണമെങ്കിൽ നമുക്ക് ഇതേപോലുള്ള ഇൻസുലേറ്റഡ് കോപ്പർ വയർ കിട്ടും. അപ്പോൾ അത് മുഴുവനായിട്ട് നമുക്കതിൽ നിന്ന് ഊരിയെടുക്കണം. അതുപോലെ തന്നെ നമുക്ക് ഈ ബോർഡിൽ ആവശ്യമുള്ള ഈ ഒരു ഇൻഡക്ടർ നമുക്ക് ഇതിൽ നിന്ന് ഒന്ന് ഊരിയെടുക്കാം. ഇതേപോലെ ഈ ഒരു ഇൻഡക്ടറിലോട്ട് നമ്മുടെ LED-യുടെ 2 ലെഗും നമുക്കൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതേപോലുള്ളൊരു ബോട്ടിൽ എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു ചെമ്പ് കമ്പി നമുക്ക് ഇതേപോലെ ഒന്ന് നമുക്കൊന്ന് ചുറ്റിയെടുക്കണം. ടോട്ടൽ 30 ചുറ്റാണ് നമുക്ക് ആവശ്യം. ഇനി ആ 2 ലെഗിൻ്റെയും സ്ലീവ് ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ 1ാമത്തെ മെത്തേഡ് ചെയ്യാനായിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. കാരണം ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും കൂടെ നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോൾ മനസ്സിലായിക്കോളും. അപ്പോൾ 3 വോൾട്ടിൻ്റെ ബാറ്ററി എടുത്തിട്ടുണ്ട്. അതിന് നെഗറ്റീവിലോട്ട് നമ്മുടെ ഈ ഒരു കോയിലിൻ്റെ ഒരു ലെഗ് നമുക്കൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്കിപ്പോൾ ഇത്രയും സോൾഡർ ചെയ്താൽ മതിയാവും. ഇത് നമ്മുടെ ഇതിലോട്ട് മുട്ടിച്ച് കൊടുക്കാൻ പാടില്ല, എങ്കിൽ ഇത് നമ്മുടെ കോയിൽ പെട്ടെന്ന് ചൂടാവും. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ മുട്ടിച്ച് കൊടുക്കണ്ട. നിങ്ങൾക്ക് കാണാൻ എളുപ്പത്തിനായിട്ട് ഞാനൊരു ഗ്രീൻ LED നമ്മൾ ഇൻഡക്ടറുമായിട്ട് കണക്ട് ചെയ്തത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവ് നമ്മുടെ ഈ ഒരു കോയിലിൻ്റെ ഒരു ലെഗിലോട്ട് മറ്റേ ലെഗിലോട്ട് നമുക്ക് സ്പീഡായിട്ട് അങ്ങനെ വെച്ചും കൊടുക്കാൻ പാടില്ല, എങ്കിൽ നമ്മുടെ കോയിൽ ഷോർട്ട് സർക്യൂട്ട് ആകും. അപ്പോൾ നമ്മുടെ കോയിൽ നല്ലോണം ചൂടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവ് സ്പീഡായിട്ട് നമുക്കൊന്ന് മുട്ടിച്ച് കൊടുക്കണം. അപ്പോൾ അതേ അങ്ങനെ ചെയ്യുന്ന സമയത്ത് സ്പീഡായിട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ LED ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇതിനിടയ്ക്ക് സ്പീഡായിട്ട് ഓണും ഓഫ് ആകുന്നൊരു സ്വിച്ച് പോലെ വർക്ക് ചെയ്യാൻ മിനി മോട്ടർ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു മിനി മോട്ടറിൻ്റെ ഒരു ലെഗ് നമുക്ക് നമ്മുടെ കോയിലിൻ്റെ ഒരു ലെഗിലോട്ട് നമുക്കൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ ഒരു DC മോട്ടറിലോട്ട് നമുക്ക് 5 വോൾട്ടാണ് കണക്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിപ്പോൾ ചെയ്യുന്നതിന് പകരം ഞാൻ 3 വോൾട്ടിൻ്റെ ബാറ്ററി സീരീസ് ആയിട്ട് കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അതിലോട്ടൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മോട്ടറിൻ്റെ നെഗറ്റീവിലോട്ട് നമ്മൾക്ക് ഒരു ബാറ്ററി എടുത്ത് അതിൻ്റെ നെഗറ്റീവ് നമുക്കൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവിലോട്ട് നമ്മുടെ കോയിലിൻ്റെ ഒരു ലെഗ് സോൾഡർ ചെയ്യണേ. നമ്മുടെ ബാറ്ററിയുടെ നെഗറ്റീവിലോട്ട് നമ്മുടെ മോട്ടറിൻ്റെ നെഗറ്റീവ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് ഓൺ ആയിട്ടുണ്ട്. ഇനി ഒരു ഗ്രീൻ കളർ LED നമ്മൾ ഇൻഡക്ടറിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇതിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ LED അത്യാവശ്യം ബ്രൈറ്റ്നസ് തന്നെ പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ഇതിലും എഫക്റ്റീവായിട്ടുള്ള അതാണ് അടുത്ത മെത്തേഡ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് അതിനായിട്ട് ആദ്യം ആവശ്യമുള്ളത് BC 547 എന്നൊരു ട്രാൻസിസ്റ്ററാണ്. അടുത്തായിട്ട് ആവശ്യമുള്ളത് ഒരു 1K ഒരു റെസിസ്റ്ററാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ബോർഡിൽ ആവശ്യമുള്ള ഈ ഒരു ഇൻഡക്ടർ നമുക്ക് ഇതിൽ നിന്ന് ഒന്ന് ഊരിയെടുക്കാം. ഇതേപോലെ ഒരു 3 എണ്ണം കളക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതേപോലുള്ളൊരു ബോട്ടിൽ എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു ചെമ്പ് കമ്പി നമുക്ക് ഇതേപോലെ ഒന്ന് 15 തവണ ഒന്ന് ചുറ്റിയെടുക്കണം. ഇത് നമ്മുടെ 15ാമത്തെ ചുറ്റ് വരുന്ന സ്ഥലത്ത് വെച്ച് നമുക്ക് ചെറുതായിട്ടൊരു കെട്ടെന്നിട്ട് കൊടുക്കണം. അതായത് ഇതേപോലെ കുറച്ചൊന്ന് വിടിപ്പിച്ചെടുത്തതിന് ശേഷം ഇത്ര നമുക്കൊന്ന് ബാക്കി വെച്ചതിന് ശേഷം ബാക്കി 15 ചുറ്റും നമുക്കൊന്ന് ചുറ്റിയെടുക്കണം. ടോട്ടൽ 30 ചുറ്റാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഗൈസ്, ഇതേപോലെ 15 അങ്ങനെ 15 ചുറ്റ് കഴിഞ്ഞ് ഒരു ചെറിയ ലൂപ്പ്, അതിനുശേഷം ഒരു 15 ചുറ്റ്, അങ്ങനെ നമ്മൾ ചുറ്റി എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ 2ാമത്തെ ലെഗിലോട്ട് നമ്മുടെ റെസിസ്റ്റർ നമുക്കൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്ത ആ ഒരു കോയിൽ എടുക്കാം. ശേഷം നമ്മുടെ കോയിലിൻ്റെ ഫസ്റ്റ് ലെഗ് നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ 1ാമത്തെ ലെഗിലോട്ടൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ കോയിലിൻ്റെ 3ാമത്തെ ലെഗ്
അതായത് സെൻറ്ററുള്ളതല്ല, നമ്മൾ 2 എണ്ണം ഒരുമിച്ച് വെച്ച് ലൂപ്പ് ഇട്ടതല്ല. മൂന്നാമത് വരുന്ന ആ ഒരു ലെഗ് നമുക്ക് റെസിസ്റ്ററിൻ്റെ ഒരു ലെഗിലോട്ടൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഞാനൊരു 1.5 വോൾട്ടേജിൻ്റെ ഒരു ബാറ്ററി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ബാറ്ററിയുടെ പോസിറ്റീവിലോട്ട് നമ്മുടെ ഈ കോയിലിൻ്റെ 2ാമത്തെ ലെഗ് നമുക്കൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. ട്രാൻസിസ്റ്ററിൻ്റെ 3ാമത്തെ ലെഗിലോട്ട് നമ്മുടെ ബാറ്ററിയുടെ നെഗറ്റീവ് നമുക്കൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ ഒരു ട്രാൻസിസ്റ്റർ സ്വിച്ച് പോലെ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഒരു 5mm 3 കളർ LEDs നമ്മൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് LED ഇൻഡക്ടറിലോട്ട് സോൾഡർ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഇൻഡക്ടറിലോട്ട് നമ്മുടെ LEDs സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ഓരോ ഇൻഡക്ടർ നമ്മളിത് ഇതിലോട്ട് ഇറക്കുന്ന സമയത്ത് നമ്മുടെ ഇൻഡക്ടറെല്ലാം നമ്മളിത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പവർ സപ്ലൈ ഒന്ന് ഓണാക്കി വെക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഓണാക്കുന്ന സമയത്ത് നമ്മുടെ LED എല്ലാം നല്ല അടിപൊളിയായിട്ട് ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മൾ എടുക്കുന്നതനുസരിച്ച് നമ്മുടെ ലൈറ്റിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കുറഞ്ഞും കൂടിയൊക്കെ വരുന്നുണ്ട്. ഇത് കുറച്ചുകൂടി ഇരുട്ടത്തൊട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്ററായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഗൈസ് നമ്മളിത് ഓണാക്കുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ലൈറ്റ് എല്ലാം അതിൽ കത്തുന്നതായിട്ട് കാണാം. നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ അടുത്ത് എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ഇനി അടുത്ത് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ കുറച്ച് സാധനങ്ങളെല്ലാം നമുക്ക് കുറച്ച് കളക്ട് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ആ വീഡിയോ ചെയ്യാത്തത്. അപ്പോൾ എന്തായാലും ആ വീഡിയോകളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് കാത്തിരിക്കുക. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ എഴുതി ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ കയറി ഒന്ന് വായിച്ച് വയ്ക്കാതെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തെന്ത് വീഡിയോ വേണമെന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.